I wish all my dear students a wonderful day. Today, we are going to discuss Once Upon a Time, a poem written by Gabriel Okara. Gabriel Imomotimi Okara, 1921-2019. Gabriel Okara is a Nigerian poet and novelist who was born in Bumoundi in Yenagoa, Belize State, Nigeria, the first modernist poet of Anglophone Africa. He is best known for his experimental novel The Voice, 1964, and his award-winning poetry published The Fisherman's Invocation, published in the year 1978, and The Dreamer, His Vision, 2005. Okara incorporated African thoughts, religion, folklore, and imagery in both his verse and prose. In addition to a novel, the several books of poetry, Okara has published two collections of children's poetry, Little Snake and Little Frog, published in the year 1992, and An Adventure to Juju Island, 1992. ഗബ്രിയൽ ഒക്കാര ഒരു നൈജീരിയൻ പോയറ്റാണ്. അദ്ദേഹം കവിതകളും നോവലുകളും എഴുതി ലോകപ്രശസ്തി ആർജിച്ചു. അദ്ദേഹം ജനിച്ചത് നൈജീരിയയിലാണ്. അദ്ദേഹം ഒരു മോഡേണിസ്റ്റ് പോയറ്റ് എന്ന പേരിൽ പ്രഗത്ഭനായി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിട്ടുള്ള ദ വോയിസ്, അതുപോലെ അദ്ദേഹത്തിന് അവാർഡുകൾ നേടിക്കൊടുത്ത ദ ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ, ദ ഡ്രീമർ ഹിസ് വിഷൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വർക്കുകൾ. അദ്ദേഹം കുട്ടികൾക്കായി എഴുതിയിട്ടുള്ള ദ ലിറ്റിൽ സ്നേക്ക് ആൻഡ് ലിറ്റിൽ ഫ്രോഗ്, അതുപോലെ ആൻ അഡ്വഞ്ചർ ടു ജുജു ഐലൻഡ് എന്നിവ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. He has been called the Nigerian Negritudeist, one of the founders of the modern Nigerian and African literature. He served as a link between colonial poetry and vigorous modernist writing that began to appear in Nigeria around the time of national independence in 1960. 1960-ൽ നാഷണൽ ഇൻഡിപെൻഡൻസ് നൈജീരിയയ്ക്ക് നേടിക്കൊടുക്കുന്നതിൽ നെഗ്രിറ്റ്യൂഡ് എന്ന ഒരു അവസ്ഥ അത് ആളുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ, അതായത് ഗബ്രിയൽ ഒക്കാരയെ, ദ നൈജീരിയൻ നെഗ്രിറ്റ്യൂഡിസ്റ്റ് എന്ന് വിളിക്കുകയുണ്ടായി. കറുത്തവർഗക്കാരായിരിക്കുന്നവർ വെളുത്തവർഗക്കാരുടെ അടിമ എന്ന കൺസെപ്റ്റ് അതിനെ പൊളിച്ചെഴുതി എല്ലാവരും ഈക്വൽ, തുല്യരാണ് എന്നുള്ള ചിന്താഗതി ആഫ്രിക്കയിൽ, പ്രത്യേകിച്ചും നൈജീരിയയിലുള്ള ജനങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നെഗ്രിറ്റ്യൂഡ് എന്ന ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഈ ഒരു തോന്നൽ ആളുകളിൽ വളരെയേറെ സ്വാധീനം സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സാഹിത്യലോകത്ത് കൊടുത്ത സൃഷ്ടികൾ, അതെല്ലാം തന്നെ ആഫ്രിക്കൻ വംശജരെ ഉണർത്തിയെടുക്കുവാൻ ഉതകുന്നവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളും കഥകളും കൊളോണിയൽ പശ്ചാത്തലത്തിൽ നിന്നുള്ളവയായിരുന്നു. നഷ്ടപ്പെട്ടുപോയ തൻ്റെ ജീവിതം, അതായത് കറുത്തവർഗക്കാരുടെ സ്വതസിദ്ധമായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്നുള്ള മാറ്റം, തുടർന്ന് കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷ് അല്ലെങ്കിൽ വെസ്റ്റേൺ ആയിട്ടുള്ള സിവിലൈസേഷൻ്റെ കടന്നുവരവ്, അതുകൊണ്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആ കഴിവുകൾ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ളതും മറ്റുമായിട്ടുള്ള അവരുടെ സ്വത്ത് അത് നഷ്ടപ്പെട്ടു, അതിനെ വീണ്ടെടുക്കണമെന്നെല്ലാം ചിന്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ കൂടിയാണ് Gabriel Okara. Gabriel Okara can be considered as highly original and uninfluenced by other poets. He's been extremely successful in capturing the moods, sights, and sounds of Africa. His poems show great sensitivity, perceptions, judgments, and the tremendous energy. Okara also shows the concern to the topic of what happens with the ancient culture of Africa is faced with the modern Western culture. ഗബ്രിയൽ ഒക്കാര തൻ്റെ സൃഷ്ടികളിൽ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ഒരു പോയറ്റാണ്. മറ്റുള്ളവരിൽ നിന്നും
ഒന്നും തന്നെ സ്വീകരിക്കാതെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ സ്വന്തം എഴുത്തിൻ്റെ ശൈലിയെല്ലാം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഒക്കാര. അദ്ദേഹത്തിൻ്റെ കവിതകളിലും കഥകളിലുമെല്ലാം തന്നെ ആഫ്രിക്കയുടെ ശബ്ദവും ആഫ്രിക്കയുടെ നിശ്വാസവും അടങ്ങുന്നു എന്ന് പല ചിന്തകരും നിരൂപകരും എഴുതി ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയും കഥകളിലൂടെയും എത്തരത്തിലാണ് ആഫ്രിക്കയുടെ തനതായ കൾച്ചർ അതിന് മാറ്റി അതിൽ വെസ്റ്റേൺ കൾച്ചർ കടന്നു വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നിശിതമായി എഴുതിയിട്ടുണ്ട്. The poet in the poem Once Upon a Time illustrate the changes a father has seen in him throughout his life, which have been influenced by the way society changed. In the poem, Okara laments the loss of innocence in youth. In it, he condemns the hypocrisy of adults, hemmed in the constraints by rules and conventions, adopting masks for different occasions for lying, cheating, and betraying, whereas childhood is portrayed as a time of the honest laughter and spontaneity. The speaker reminisces about a time when the people were sincere and caring in their dealings with one another. He speaks regretfully about the present time when people are not like before. He seems to feel that the people have lost the innocence and openness which he now sees in his young son. He wants to regain that innocence. ഗബ്രിയേൽ ഒക്കാര അദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള വൺസ് അപ്പോൺ എ ടൈമിൽ ഒരു പിതാവ് തൻ്റെ മകനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായാണ് കവിത സൃഷ്ടിച്ചിട്ടുള്ളത്. തൻ്റെ സംസ്കാരം, തൻ്റെ ജീവിതം അതെല്ലാം തന്നെ എന്താണ് പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ചെല്ലാം തൻ്റെ മകനോട് ഒരു പിതാവ് സംസാരിക്കുന്നത് പോലെയാണ് വൺസ് അപ്പോൺ എ ടൈം എന്ന കവിത ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ജനങ്ങൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള മുഖംമൂടി എടുത്ത് അണിയുന്നു എന്നെല്ലാം പിതാവ് മകനോടായി പറയുകയാണ്. ഓരോ സമയത്തും അവർ ഓരോ തരത്തിലുള്ള മുഖംമൂടി വാരി അണിയുകയാണ്. തരാതരത്തിൽ അവർ ആ മുഖംമൂടി മാറ്റി മാറ്റി അണിയുന്നു. അതിലൂടെ പൊതുജനത്തിൻ്റെ ഹിപ്പോക്രസി, അതിൽ മുതിർന്നവരുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാം അവനോടായി പറയുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടാകുന്ന പൊയ്മുഖങ്ങളെയെല്ലാം തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കവിത എഴുതുന്നത്. തൻ്റെ മകന് ഈ പ്രായത്തിൽ അവൻ്റെ മുഖത്ത് കാണുന്ന ഇന്നസെൻസ് അത് നഷ്ടപ്പെടുത്തരുത് എന്നയാൾ മകനോടായി പറയുകയാണ്. Gabriel Okara speaks about Africa's cultural change with the coming of Western cultures. The poem uses to convey his feelings about the loss of tradition African culture against the Western influences. He explains that happen when a traditional African culture meets the forces of Western way of life. The overall theme of the poem is about happier times gone past and hopes for a happy ending for which the writer longed for. As in a fairy tale, therefore, the use of Once Upon a Time as the title of the poem. ഗബ്രിയേൽ ഒക്കാര തൻ്റെ ഈ കവിതയ്ക്ക് വൺസ് അപ്പോൺ എ ടൈം എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു മായികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പഴങ്കഥകളെല്ലാം കേൾക്കുമ്പോൾ തുടങ്ങുന്ന വരിയാണ് ഒരിടത്തൊരിടത്ത് എന്നുള്ളത്. അതുമായി സാമാന്യം അതുപോലെ തന്നെ പറയാൻ കഴിയുന്ന ഒരു പദമാണ് വൺസ് അപ്പോൺ എ ടൈം. ഗബ്രിയേൽ ഒക്കാര ആഫ്രിക്കയിലുള്ള കൾച്ചറൽ ചേഞ്ചിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. അവരുടെ സംസ്കാരത്തിലേക്ക് വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ കടന്നുവരവും അത് അതിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വേദനയോടെ ഇവിടെ ഓർത്തെടുക്കുകയാണ്. കവിത അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായി ആ നഷ്ടപ്പെട്ട ആ ഒരു സിവിലൈസേഷൻ, സംസ്കാരം, അതായത് കൾച്ചർ, ഇതിനെക്കുറിച്ചെല്ലാം
വേദനയോടെ ഓർത്തെടുക്കുന്ന രീതിയിലാണ് എഴുതി ചേർത്തിരിക്കുന്നത്. In the next video, we will discuss line by line analysis of the poem Once Upon a Time, written by Gabriel Okara. Thank you.